എടാ ചങ്ങായി, അവിടെ ഇങ്ങനെ തുണി മടുക്കുത്തുകുത്തി മേൽപോട്ട് നോക്കി നിൽക്കണ്ട. ആ SSFകാര് വന്ന് മുട്ടിന്റെ താഴേക്ക് വൈറ്റടിച്ച് പോസ്റ്റ് എഴുതി പോകും. പണ്ടൊക്കെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു പ്രയോഗമാണെങ്കിലും SSFകാരുടെ ക്രിയാത്മകതക്കുള്ള അംഗീകാരമായി മാത്രമേ കണക്കാക്കിയിരുന്നുള്ളൂ എന്ന് പറയുന്നതാകും ശരി. ഏതെല്ലാം രൂപത്തിൽ സാംസ്കാരിക ജീവിതത്തിൽ SSFന് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ SSF അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. മാറ്റി നിർത്തപ്പെടാനാവാത്ത വിധം SSF അടയാളപ്പെടുത്തിയ 53 വർഷങ്ങൾ. മൂർച്ചയുള്ള വാക്കിനാലും തീർച്ചയുള്ള നാക്കിനാലും അടിയറ വക്കാത്ത ആദർശബോധത്താലും സാധിച്ചെടുത്ത വിപ്ലവ പുലരികൾ. മത സാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ SSF സ്ഥാപിച്ചെടുത്ത അസ്തിത്വബോധം തുല്യതയില്ലാത്തതാണ്. അനീതിക്കെതിരെയും നെറികേടിനെതിരെയും ശബ്ദിച്ച വിദ്യാർത്ഥി തലമുറകൾ. ലഹരി സാമ്രാജ്യത്വം, ജനാധിപത്യത്തെ വിഴുങ്ങുന്ന ഫാഷിസം, പാഠപുസ്തകങ്ങളിലെ സലഫിവൽക്കരണം, കർഷക പൗരത്വ സമരങ്ങൾ, ആത്മീയ ജാഗരണം, റാഗിംഗ് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സമരപ്രഖ്യാപനങ്ങൾ. SSF പിന്നിട്ട വർഷങ്ങൾ കേരളത്തിലെ ധാർമ്മിക ശബ്ദത്തിന്റെ അരനൂറ്റാണ്ടുകൂടിയാണ്. നേരും നെറിയുമുള്ള അസ്തിത്വബോധത്തോടൊപ്പം നടന്ന സുവർണകാലങ്ങൾ. വിശാല കൊളുത്തിവിട്ട ആശയമൂർച്ചയുള്ള അസ്ത്രങ്ങൾ. ഒരു സംവിധാനത്തെ അടയാളപ്പെടുത്താൻ എത്ര വർഷങ്ങൾ വേണം എന്നുള്ള ചോദ്യം SSFനോളം എന്ന ഉത്തരത്തിൽ എത്തി നിൽക്കുന്നു. ദേശീയ തലത്തിൽ ഇന്ന് SSF നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ പണ്ടെങ്ങോ ആരൊക്കെയോ കണ്ട സ്വപ്നത്തിന്റെ തുടർച്ചകളായി മാത്രം കാണേണ്ടവയാണ്. കേരളീയ മുസ്ലിം പരിസരത്ത് രൂപം കൊണ്ട ഒരു സംഘടന ഇന്ന് ഇന്ത്യൻ സാംസ്കാരിക വിദ്യാഭ്യാസ ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ശ്രദ്ധേയമായ ഒരു സംവിധാനമായി വളർന്നു പന്തലിച്ചിരിക്കുന്നു. ഹരിത ധവള നീലിമയ ചങ്കിൽ ചോരയായി കൂടെ കൊണ്ട് നടക്കുന്ന ഓരോ പ്രവർത്തകനും അവകാശപ്പെട്ട അഭിമാനത്തിന്റെ ചവിട്ടുപടികൾ. അതിൽ വഴികാട്ടിയായി ഖാലിദ് സാഹിബുണ്ട്, വെള്ളില ഉസ്താദിന്റെ സൗമ്യതയുണ്ട്, അബ്ദുൾ റസാഖ് കൊറ്റിയുടെ ത്യാഗമുണ്ട്, അനേകായിരം നിസ്വാർത്ഥ ജീവിതങ്ങളുടെ സമർപ്പണങ്ങളുണ്ട്. പണ്ഡിത ഭൂപടം ഞാനില്ലരിതിടം വേരിനൂർന്ന ജീന്മണം പാമരം ചരാചരങ്ങളിൽ പരാഗണം. ആ സകലമാശ്രിതം ഈ പ്രപഞ്ചമാശ്രയം പഞ്ചഭൂത വജ്രധാതു ദിവ്യദർപ്പണം. അടിയൻ പരനെ തൊഴുതു സ്നാന ധ്യാന വ്രതമൊഴിഞ്ഞു